ഹലോ, എല്ലാവർക്കും നമസ്കാരം. മൗനരാഗം സീരിയലിന്റെ നാളത്തെ പ്രൊമോ വിശേഷത്തിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം കേട്ടോ. അപ്പൊ നിങ്ങൾക്ക് ചാനൽ ഇഷ്ടമാകുകയാണെങ്കിൽ ആദ്യം തന്നെ ഒന്ന് ലൈക്ക് ചെയ്തേക്കണേ. അപ്പൊ നേരെ നമുക്ക് നാളത്തെ കിരണിന്റെയും കല്യാണിയുടെയും ഒക്കെ ആ ഒരു വിശേഷത്തിലേക്ക് പോയാലോ. അങ്ങനെ നമ്മുടെ പ്രകാശൻ അറസ്റ്റഡായി ആ ഒരു ലോക്കപ്പിൽ ഇങ്ങനെ കിടക്കുക. എന്ത് ചെയ്യണമെന്ന് പ്രകാശൻ ആലോചിച്ചിട്ട് ഒരെത്തും പിടിയും കിട്ടുന്നില്ല. കാര്യങ്ങളൊക്കെ കൈവിട്ടു പോയി. ആ ബാലണ്ണന്റെ വാക്കുകൾ കേട്ടതാ ഇപ്പൊ തനിക്ക് ആപത്തായി പോയത്. ഇനി കാർത്തിക മോള് ഇവിടെ വന്നെങ്കിൽ മാത്രമേ തനിക്ക് രക്ഷപ്പെടാൻ സാധിക്കുകയുള്ളൂ എന്ന് ആലോചിച്ചുകൊണ്ട് പ്രകാശൻ ഇങ്ങനെ ഇരിക്കുക. കാര്യങ്ങളൊക്കെ മണത്തറിഞ്ഞ നമ്മുടെ കാർത്തികയാണെങ്കിലും രണ്ടടി കൂടുതൽ കിട്ടട്ടെ, അതിനുശേഷം മാത്രം അയാളെ രക്ഷിച്ചാൽ മതിയെന്നൊക്കെ ആലോചിക്കുക. അങ്ങനെ കാർത്തിക നേരെ സ്റ്റേഷനിലേക്ക് വരിക. അവിടെ വന്നതും സത്യൻ സാറിന്റെ അടുത്ത് ചെന്നു. സാറേ, എന്നെ മനസ്സിലായോ എന്ന് ചോദിക്കുക. പിന്നെ കാർത്തിക മാഡത്തിന് അറിയാത്ത ആരെങ്കിലും ഉണ്ടോ ഇപ്പൊ ഇവിടെ? നിങ്ങൾ ചെന്നൈയിൽ നിന്ന് നിങ്ങളുടെ ബിസിനസ്സും കാര്യങ്ങളും ഒക്കെ നമ്മുടെ ഈ നാട്ടിലേക്ക് വ്യാപിപ്പിക്കുന്ന സമയത്ത് അതിലൊരു പങ്കാളികളാകാൻ വേണ്ടി കാത്തിരിക്കുക ഞാനും എൻ്റെ ഭാര്യയൊക്കെ. എന്തായാലും അതിൻ്റെ ഒരു ഫ്രാഞ്ചൈസിയുടെ കാര്യം എൻ്റെ വൈഫ് വന്ന് സംസാരിച്ചല്ലോ. പിന്നെ ഞങ്ങൾ പുതിയതായിട്ട് ഒരു ബിൽഡിങ് കിട്ടുന്ന കാര്യത്തെക്കുറിച്ചും അവൾ സംസാരിച്ചിട്ടുണ്ടല്ലോ. ഉണ്ട് സാറേ, ഉണ്ട്. വൈഫ് എല്ലാ പ്ലാനുകളും ഞങ്ങൾ വൈഫിന് നൽകിയിട്ടുണ്ട്. അപ്പം എന്തായാലും നിങ്ങളുടെ രണ്ടുപേരുടെയും ഇഷ്ടം അനുസരിച്ച് തന്നെയായിരിക്കും കാര്യങ്ങളൊക്കെ ഞാൻ ചെയ്യുക. അപ്പം ഈ കാര്യങ്ങളൊക്കെ സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോഴാണ് കാർത്തിക നമ്മുടെ പ്രകാശിനെ കുറിച്ചിട്ടുള്ള കാര്യം ആ SIയുടെ അടുത്ത് DYSPയുടെ അടുത്ത് സംസാരിക്കുന്നത്. മോളെ, കാര്യങ്ങള് അയാൾ ഇന്ന് വീട്ടിൽ വന്നിട്ട് എൻ്റെ വൈഫിനെ ശല്യം ചെയ്യാനാ നോക്കിയത്. അങ്ങനെയുള്ള ആ ഒരു പെരിച്ചാഴിനെ ഞാൻ അവിടുന്ന് വെറുതെ വിടുമെന്ന് മോൾക്ക് തോന്നുന്നുണ്ടോ? എന്തായാലും ഒരു DYSPയുടെ വീട്ടിൽ വന്നിട്ട് അയാളുടെ ഭാര്യയെ ശല്യം ചെയ്യുന്ന ആ ഒരു പൂവാലിനെ പിടിച്ച് രണ്ടടി കൊടുത്തില്ലെങ്കിൽ എങ്ങനെയാ മോളെ ശരിയാവുന്നത്? സാറിനോട് വൈഫ് എല്ലാം പറഞ്ഞു കാണുമല്ലോ, എൻ്റെ അമ്മ അനുഭവിച്ച സങ്കടങ്ങൾ. ഞാനും എൻ്റെ അമ്മയും ഒക്കെ ചെന്നൈയിലായിരുന്ന സമയത്ത് ഞങ്ങളെ ഉപേക്ഷിച്ചു പോയ എൻ്റെ അച്ഛനാണ് അകത്ത് കിടക്കുന്ന പ്രകാശൻ. അയാൾ ഞങ്ങളോട് ചെയ്ത ആ ഒരു ക്രൂരതകളൊക്കെ വെച്ച് നോക്കുമ്പോൾ അയാൾക്ക് ഈ ഒരു അടി കിട്ടിയാലൊന്നും പോരാ. എല്ലാ കാര്യങ്ങളും ലക്ഷ്മി എന്നെ വിളിച്ച് പറഞ്ഞായിരുന്നു. ഇതൊക്കെ അറിഞ്ഞതിന് ശേഷം രണ്ടടി കൂടുതലും കൊടുത്തിട്ടുണ്ട്. എന്തായാലും അവനെതിരെ കേസ് ചാർജ് ചെയ്യേണ്ടെന്ന് മോൾ ലക്ഷ്മിയോട് പറഞ്ഞല്ലോ. അതുകൊണ്ട് തന്നെ ലക്ഷ്മി കേസിന്റെ കാര്യങ്ങളൊന്നും പറഞ്ഞിട്ടില്ല. അവനെ വേണം ഞാൻ ജാമ്യത്തിൽ വിട്ടയക്കാം. പക്ഷെ അതിനു മുന്നേ അവനെ ഒന്നുകൂടി ഞാൻ കൈകാര്യം ചെയ്യും. അതൊക്കെ സാറിന്റെ ഇഷ്ടം. അയാളുടെ ഹാർട്ട് 2 പ്രാവശ്യം നിലച്ചു പോയതാ. എന്തായാലും സാർ അതൊന്ന് പരിഗണിച്ചിട്ട് വേണം അയാളെ പെരുമാറാനെന്ന് പറഞ്ഞു. അതൊക്കെ ഞാൻ കൈകാര്യം ചെയ്തോളാം മോളവിടെ വെയിറ്റ് ചെയ്യും. ഇവനൊക്കെ കുറെ അധികം പഠിക്കാനുണ്ട്. പാവപ്പെട്ട സ്ത്രീകളെ ചതിച്ചിട്ട് അവിടുന്ന് മുങ്ങിയിട്ട് എന്നിട്ട് ഇപ്പം വേറെ നാട്ടിൽ വന്ന് അവിടെ ഒരു പാവപ്പെട്ടവളെയും ചതിച്ച് അവളുടെ ജീവിതവും കലക്കി മിണ്ടാപ്രാണിയായിരുന്ന ആ മകളെ ആണെങ്കിൽ നെട്ടോട്ട് ഓടിച്ച ഈ തന്തയല്ലേ. ഇവനെ അങ്ങ് വെറുതെ വിട്ടാൽ പറ്റത്തില്ല മോളിവിടെ ഇരിക്കട്ടോ എന്ന് പറഞ്ഞ് കാർത്തികയെ അവിടെ ഇരുത്തിയതിന് ശേഷം നമ്മുടെ ആ സാറ് ലോക്കപ്പിനകത്തേക്ക് ഒന്നുകൂടി കയറുക. ഇങ്ങേരുടെ വരവൊക്കെ കാണുമ്പോൾ പ്രകാശം പേടിച്ചൊരു മൂലയിലിരിക്കുക. എന്താ സാറേ വീണ്ടും വന്നത്? എടാ, നീ പുറത്തിറങ്ങുമെന്നുള്ള കാര്യം എനിക്കറിയാം. നിനക്കെതിരെ കേസ് വരാത്ത സ്ഥിതിക്ക് എന്തായാലും നീ എൻ്റെ വീട്ടിൽ കയറിയാണല്ലോ കളിച്ചത്. അതുകൊണ്ട് തന്നെ നിനക്ക് 2 അടി കൂടുതൽ തരണമെന്ന് മനസ്സിൽ ഞാൻ ഇങ്ങനെ കരുതി വെച്ചിരിക്കുക. ഈ കേരളത്തിൽ ഇത്രയും അധികം തല്ലിപ്പൊളികളൊക്കെ ഉണ്ടായിട്ട് എടാ, നീ ഒന്നും ഇല്ലെങ്കിലും പിന്നാലെ നടക്കുന്ന പെണ്ണ് അവളുടെ ബാക്ക്ഗ്രൗണ്ട് എന്താണെന്നെങ്കിലും അത്യാവശ്യം ഒന്ന് അറിഞ്ഞു വെക്കേണ്ട മോനെ. അല്ലെങ്കിൽ ഉണ്ടല്ലോ, കൊള്ളാവുന്ന ആണുങ്ങൾ ആ വീട്ടിലുണ്ടെങ്കിൽ നിന്റെ ഈ പല്ലുണ്ടല്ലോ അത് അടിച്ചവന്മാർ കൊഴിക്കും. അതുകൊണ്ട് പറയുന്നത് കേട്ട് ഇടക്ക് ഞാൻ വിളിക്കുന്ന സമയത്ത് ഇവിടെ വന്നോണം. പിന്നെ അങ്ങനെ നിന്നെ വെറുതെ വിട്ടാൽ എനിക്ക് അങ്ങ് സമാധാനാവില്ല. അതുകൊണ്ട് തന്നെ എൻ്റെ ഈ കൈയുടെ ആ ഒരു തരിപ്പ് അതങ്ങ് മാറ്റട്ടെ എന്ന് പറഞ്ഞ് അങ്ങേര് നമ്മുടെ പ്രകാശനെ കുനിച്ചു നിർത്തി മുതുകിന് 3-4 ഇടി ഇടിക്കുക. സാറേ, എന്നെ തല്ലല്ലേ സാറേ എന്ന് പറഞ്ഞ് പ്രകാശൻ നിന്ന് അലമുറയിട്ട് കരയുക. തൽക്കാലം ഞാൻ നിന്നെ വെറുതെ വിട്ടു. ഇതൊരു ഓർമ്മയുണ്ടായിരിക്കണം. എൻ്റെ വീടിൻ്റെ പരിസരത്തെങ്ങാനും ഇനി നിന്നെ കണ്ടാലുണ്ടല്ലോ നിന്റെ മുട്ടുകാലി ഞാൻ തല്ലി ഓടിക്കടാന്ന് പറഞ്ഞു. അതിനുശേഷം സാറേ, എനിക്കൊരു അബദ്ധം പറ്റിപ്പോയതാ സാറേ. എനിക്ക് വീട് മാറിപ്പോയതാ. എന്നെ ഇറക്കാൻ ആരെങ്കിലും വന്നോ സാറേ? നിന്നെ ഇറക്കാൻ ഒരു പെങ്കൊച്ചു വന്നിട്ടുണ്ട്. എന്തായാലും അവളെ ഞാൻ ഇങ്ങോട്ട് വിടാന്ന് പറഞ്ഞു.
അതിനുശേഷം നമ്മുടെ കാർത്തികയെ അങ്ങോട്ട് പറഞ്ഞു വിടുക. കാർത്തിക ആണെങ്കിലോ, അയ്യോ അച്ഛ, അച്ഛനെ അവർ ഒരുപാട് ഉപദ്രവിച്ചോ? എന്താ അച്ഛ ശരിക്കും സംഭവിച്ചത്? എൻ്റെ പൊന്നു മോളെ, എല്ലാം ആ ബാലണ്ണൻ്റെ പരിപാടിയായിരുന്നു. അയാളാണ് മോളും അതുപോലെ ഇയാളുടെ ഭാര്യയും കൂടി നിന്ന് സംസാരിക്കണം കണ്ടപ്പോൾ മോളുടെ അമ്മയായിരിക്കും അതെന്നൊക്കെ പറഞ്ഞു തന്നത്. അങ്ങനെ അയാൾ പറഞ്ഞു തന്നതനുസരിച്ചാ ഞാൻ ആ സ്ത്രീയുടെ വീട്ടിൽ ചെന്നത്. ആ ലക്ഷ്മിക്ക് ഒരു സർപ്രൈസ് ആവട്ടെ എന്ന് വിചാരിച്ചു. പക്ഷേ സത്യമായിട്ടും എനിക്കറിയത്തില്ലായിരുന്നു ആ വന്ന മനുഷ്യൻ്റെ ഭാര്യയാണ് ആ ലക്ഷ്മി എന്ന്. എന്തായാലും അയാൾ തക്ക സമയത്ത് വരികയും ചെയ്തു, എന്നെ പിടിച്ചുകൊണ്ട് പോവുകയും ചെയ്തു. അച്ഛൻ അമ്മയെ കാണാൻ അത്ര ആഗ്രഹമായിരുന്നല്ലേ? അതേ മോളെ, ഒരുപാട് ആഗ്രഹം ഉണ്ടായിരുന്നു. പക്ഷെ ഞാനൊന്ന് സന്തോഷിച്ചതാ. എന്ത് ചെയ്യാനാ? ഇനി ഈ കാര്യങ്ങളൊന്നും മോളുടെ അമ്മയുടെ അടുത്ത് പറയണ്ടെന്ന് പ്രകാശം പറയുക. ഇല്ലച്ച, ഇതൊക്കെ അമ്മയോട് പറഞ്ഞു കഴിഞ്ഞാൽ അത് അച്ഛനും എനിക്കും ഒക്കെ ഒരുപോലെ നാണക്കേടല്ലേ? അമ്മ എന്തായാലും അച്ഛൻ്റെ അടുത്ത് വരും. ആ വിവാഹ വേഷത്തിലായിരിക്കും എൻ്റെ അമ്മ വരുന്നത്. അപ്പം അതുകൊണ്ട് അതുവരെ എൻ്റെ അച്ഛൻ കാത്തിരിക്കണമെന്നൊക്കെ പറഞ്ഞ് പ്രകാശനതാ ആ ലോക്കപ്പിൽ നിന്ന് ഇറക്കുകയാണ് നമ്മുടെ കാർത്തിക. ദേ പറഞ്ഞതുപോലെ തന്നെ കാര്യങ്ങൾ കേട്ടിരിക്കണമെന്നും പറഞ്ഞ് അദ്ദേഹം ഒരു ഫോൺ ചെയ്തിട്ട് നമ്മുടെ പ്രകാശനെ വിടുകയാണ്. അങ്ങനെ ഇവിടെ ഈ കാര്യങ്ങളൊക്കെ നടക്കുകയാണ്. പിന്നീടാണെങ്കിൽ നമ്മളെ കാണിക്കുന്നത് നമ്മുടെ സരയു വീട്ടിൽ മടങ്ങിയെത്തി. അപ്പം മടങ്ങിയെത്തിയ സരയു ആണെങ്കിലും നമ്മുടെ അവളുടെ അമ്മയുടെ അടുത്ത്, ശാരിയുടെ അടുത്ത് വന്നിട്ട് സംസാരിക്കുക. അപ്പോൾ ശാരി പറഞ്ഞു, മോളെ ഇത്രയും സമയം നീ എവിടെയായിരുന്നു? പോയിട്ട് കുറച്ച് നേരം ആയല്ലോ, എന്താ വൈകിയത്? അതോ, ഞാൻ വൈകിയ കാര്യമാണോ ഇപ്പം അമ്മയ്ക്ക് അറിയേണ്ടത്? അമ്മയും അച്ഛനും ചെയ്തു കൂട്ടുന്ന കാര്യങ്ങളൊന്നും ഞാൻ കണ്ടുപിടിക്കില്ലെന്നാണോ വിചാരിച്ചു വെച്ചിരുന്നത്? എന്തായാലും ദേ നിങ്ങളൊക്കെ പുറത്തു പോകുന്നതും എന്നോട് പറഞ്ഞിട്ടൊന്നും അല്ലല്ലോ. ഞാനിപ്പോൾ പുറത്തു പോയത് ഒരു അത്യാവശ്യ കാര്യം ഉണ്ടായിരുന്നു, അതുകൊണ്ടാണ് പുറത്തു പോയത്. പിന്നെ എനിക്കിതൊന്നും ആരെയും ബോധ്യപ്പെടുത്തേണ്ട ആവശ്യമില്ല എന്നും പറഞ്ഞ് വളരെ ദേഷ്യത്തിൽ അച്ഛനും അമ്മയും ചെയ്യുന്നത്ര തെറ്റുകളൊന്നും മറ്റാരും എന്നോട് ചെയ്തിട്ടില്ല, നിങ്ങളെ വിശ്വസിക്കാൻ കൊള്ളാത്തതെന്നൊക്കെ പറഞ്ഞുകൊണ്ട് അവൾ ആ ദേഷ്യം മുഴുവനും നമ്മുടെ ശാരിയോട് തീർത്തിട്ട് റൂമിലേക്ക് കയറി പോവുക. അങ്ങനെ കുറച്ച് സമയം കഴിഞ്ഞതും നമ്മളെ കാണിക്കുന്നത് നമ്മുടെ പ്രകാശിന്റെ വീട്ടിലാണ് കേട്ടോ. അടി കൊണ്ട് അവശനായി വരുന്ന പ്രകാശനെ ദേ പറ്റില്ല നമ്മുടെ കാർത്തികയും ഉണ്ട്. മൂങ്ങമുത്തശ്ശിയാണെങ്കിലോ, എടാ മോനെ നിനക്ക് എന്ത് പറ്റിയിടാന്ന് ചോദിച്ച് പ്രകാശിന്റെ അടുത്തേക്ക് ഓടി വരിക. അമ്മ ഒന്നും പറയണ്ട, എനിക്ക് ഒരു ചെറിയ കേസിൽ പെട്ട് ഒന്ന് ലോക്കപ്പിലാകേണ്ടി വന്നു. എടാ നീ ലക്ഷ്മിയെ കാണാൻ പോയിട്ട് എന്താ ഉണ്ടായത്? വ്യക്തമായിട്ട് പറ മോനെ എന്നൊക്കെ പറയുമ്പോൾ കാർത്തിക എല്ലാ കാര്യങ്ങളും മുത്തശ്ശിയുടെ അടുത്ത് വള്ളി പുള്ളി വിടാണ്ട് പറഞ്ഞു കൊടുക്കുകയാണ്. എന്നാലും എൻ്റെ മോനെ, ഇതിപ്പോ വല്ലാത്തൊരു ചതിയായി പോയല്ലോ. മോൾക്ക് മനസ്സിലായല്ലോ മോളുടെ അമ്മയോട് എൻ്റെ മോന് എത്രമാത്രം സ്നേഹമുണ്ടെന്ന്. അതുകൊണ്ടല്ലേ ലക്ഷ്മിയാണെന്ന് വിചാരിച്ചിട്ട് ഏതോ ഒരുത്തിയുടെ പിന്നാലെ എൻ്റെ മോൻ പോയത്. അതെ, എനിക്ക് മനസ്സിലായി മുത്തശ്ശി. അച്ഛനോട് ഞാൻ കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട്. അച്ഛൻ എന്തായാലും വിഷമിക്കേണ്ട, വിവാഹ ദിവസം എൻ്റെ അമ്മയെ കാണാൻ സാധിക്കുമെന്നൊക്കെ അച്ഛനോട് ഞാൻ പറഞ്ഞിട്ടുണ്ടെന്നും പറഞ്ഞ് കാർത്തിക പറഞ്ഞു. ദേ ഇനി എന്താണെന്ന് വെച്ചാൽ വല്ല കഷായോ അല്ലെങ്കിൽ എന്താന്ന് വെച്ചാൽ ചെയ്തോളാൻ പറഞ്ഞ് അവൾ അവിടുന്ന് പോവുക. പിന്നീട് നമ്മളെ കാണിക്കുന്നത് നമ്മുടെ ശാരിയെ കുറിച്ചിട്ടുള്ള കാര്യങ്ങളൊക്കെ ആലോചിച്ചുകൊണ്ട് സരയും അവിടെ അങ്ങനെ ഇരിക്കുക. ആ കിരണും അതുപോലെ തന്നെ എൻ്റെ അച്ഛനും അമ്മയും ഒക്കെ തമ്മിൽ എന്തോ ചില ഡീലിങ്സുകളൊക്കെ ഉണ്ട്. എന്തായാലും അതൊക്കെ കണ്ടുപിടിക്കണമെങ്കിൽ ആ DNA റിസൾട്ട് വരണം. താരയെന്ന് പറയുന്ന സ്ത്രീ ഈ വീട്ടിൽ കയറി ഇറങ്ങുന്നുണ്ടല്ലോ, അപ്പം അതിന് പിന്നിൽ എന്തെങ്കിലും ചില രഹസ്യങ്ങളൊക്കെ ഉണ്ടാകുമെന്ന് സരയു ഇങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് സരയുവിൻ്റെ കൂട്ടുകാരിയുടെ കോള് വരുന്നത്. നേരെ ഫോൺ എടുത്ത്, എടി പറയടി, ദേ ഞാൻ അതിൻ്റെ റിസൾട്ട് പറയാനാണ് വിളിച്ചത്. ഞാൻ നേരി പറയുന്നതായിരിക്കും നല്ലത്. നീ എന്തായാലും നമ്മൾ നേരത്തെ കണ്ട സ്ഥലത്തേക്ക് ഒന്ന് വരുമോ എന്ന് ചോദിച്ചു. ഞാനിപ്പോൾ വരാമെന്നും പറഞ്ഞ് അവൾ വേഗം തന്നെ ഫോൺ വെച്ചിട്ട് ആ വീട്ടിൽ നിന്ന് ഇറങ്ങുക. മോള് പോകുന്ന പോക്കും മാണം വിട്ട പോലെ ഉള്ളൊരു പോക്കായതുകൊണ്ട് തന്നെ നമ്മുടെ ശാരി ഇങ്ങനെ അവിടെ വന്ന് നോക്കുക. ഈ കൊച്ചിത് എങ്ങോട്ടായി പോകുന്നത്? ഇപ്പം വരുന്നത് പോകുന്നതും ഒന്നും ആരോടും പറയുന്നില്ലല്ലോ എന്നൊക്കെ ആലോചിച്ചുകൊണ്ട് ശാരി അവിടെ അങ്ങനെ നിൽക്കുമ്പോഴത്തേക്കിനുമാണ് നമ്മുടെ സരയു എത്തേണ്ടടുത്ത് എത്തുന്നത്. അവിടെ ചെന്നതും പുള്ളിക്കാരിയുടെ അടുത്ത് പോയിട്ട് ചോദിച്ചു, എടി റിസൾട്ട് എന്തായി? റിസൾട്ട് എടി നിന്റെ കൂട്ടുകാരിയോട് പേടിക്കണ്ടെന്ന് പറഞ്ഞേക്ക്. ദേ അവളുടെ അച്ഛൻ എന്തായാലും അങ്ങേര് തന്നെയാണ്, ആ കാര്യത്തിൽ ഒരു സംശയവും വേണ്ട. അവളുടെ അച്ഛനെ ധൈര്യമായിട്ട് അച്ഛാന്ന് വിളിക്കാം. പിന്നെ വേറൊരു കാര്യം എന്താന്ന് വെച്ചാൽ അവൾ വിചാരിക്കുന്നത് പോലെ അവളുടെ അമ്മ അത് ആ സ്ത്രീ അല്ലടി. അവരുടെ അമ്മയുമായിട്ട് ആ ഒരു മുടിയായിട്ട് ഇവളുടെ ആ ഒരു DNA സാമ്പിൾസ് മാച്ച് ചെയ്യുന്നില്ല എന്നുള്ള കാര്യം
അവിടെ വെച്ച് ആ ഡോക്ടർ വെളിപ്പെടുത്തുകയാണ്. ഇത് കേൾക്കുന്ന പാടെ തന്നെ നമ്മുടെ സരയു ശരിക്കും അങ്ങ് ഞെട്ടി നിൽക്കുകയാണ്. എന്താ നീ പറയുന്നത്? ശരിക്കും നീ പരിശോധിച്ചോ എന്ന് ചോദിക്കുമ്പം അതേടി, നന്നായിട്ട് തന്നെ പരിശോധിച്ചു. അതുകൊണ്ടല്ല ഞാൻ ഇത്ര വ്യക്തമായിട്ട് പറയുന്നത്. നിന്റെ കൂട്ടുകാരിയോട് പറയും, കൂട്ടുകാരി ഇപ്പൊ അമ്മയെന്ന് വിളിക്കുന്ന സ്ത്രീ കൂട്ടുകാരിയുടെ അമ്മയല്ല എന്നുള്ള സത്യം അവളത് മനസ്സിലാക്കിയേ പറ്റുള്ളൂ. ശാസ്ത്രം എന്തായാലും തോക്കില്ലല്ലോ. അതുകൊണ്ട് തന്നെ കൂട്ടുകാരി ഇനി യാഥാർത്ഥ്യം മനസ്സിലാക്കിക്കൊണ്ട് മുന്നോട്ട് പോകാനായിട്ട് നീ നിർബന്ധിക്കണമെന്നൊക്കെ പറഞ്ഞ് കാര്യങ്ങളൊക്കെ പറഞ്ഞു മനസ്സിലാക്കുകയാണ് നമ്മുടെ സരയു. സംശയിച്ച കാര്യങ്ങൾ ഇവിടെ ശക്തമായിട്ട് ഇതാ പ്രൂഫ് സഹിതം അങ്ങ് തെളിവായി വരുമ്പോഴത്തേക്കിനും സരയുവിന്റെ മനസ്സ് കിടന്ന് പിടയ്ക്കുകയാണ്. ഇത്രയും കാലവും തന്നെ വളർത്തിയ തൻ്റെ അമ്മയല്ല എന്നുള്ള കാര്യം അത് മനസ്സിലാക്കുന്ന സമയം സരയുവിന്റെ ചങ്ക് തകർന്ന് നിൽക്കുകയാണ്. എന്തായാലും ഇതൊക്കെയാണ് നാളത്തെ വിശേഷത്തിൽ ഉള്ളത്. അപ്പം ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എപ്പോഴും പറയുന്നത് പോലെ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. അപ്പം എല്ലാവർക്കും നല്ലൊരു രാത്രി ആശംസിച്ചുകൊണ്ട് വീഡിയോ വൈൻഡപ്പ് ചെയ്യാണ്. അപ്പോൾ ഓക്കെ, ഗുഡ് നൈറ്റ്.